ഓ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എൻ്റെ യാത്രാ വിശേഷങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും കാണുന്നുണ്ടോ? എൻ്റെ പേഴുംതുരുത്ത് യാത്രകൾ, അതുപോലെ പത്തനംതിട്ട യാത്രകൾ. ഇനി അടുത്തൊരു യാത്ര ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പം നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു സൗകര്യമാണ് വന്നേക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ലേഡീസിനെല്ലാം നല്ല യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കര സൗകര്യം നമുക്ക് ഒരുക്കി തന്നു. അപ്പോഴും നമ്മളത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം. എല്ലാവരും അത് മാറി നിൽക്കാതെ അതിനകത്തുനിന്ന് തന്നെ നെഗറ്റീവായിട്ടുള്ള ചില പേഴ്സൺസ് പോയി കോടതിയിലൊക്കെ കേസുമൊക്കെ കൊടുത്തു. നല്ല ഗവൺമെൻറ് നല്ലൊരു കാര്യം നടപ്പിലാക്കിയാലും അതിന് എഗൻസ്റ്റായിട്ട് ആളുകൾ പോയി അതെന്തായാലും അനുകൂലമായിട്ട് തന്നെ വന്നു. അപ്പം ഏത് കാര്യത്തിനായാലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ആളുകൾ വാദിക്കും, പെരുമാറും. അതിനകത്തുള്ളതാണ്, അതിൽ കാര്യമില്ല. ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുമ്പോൾ അവരെ വേ ഓഫ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അത് അവർക്ക് ശരിയാണെന്ന് തോന്നും. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ലത്. എന്തായാലും ഒരുപാട് പേര് മുതിർന്ന ലേഡീസ് തന്നെ എല്ലാവരും അങ്ങ് ഉയർന്ന ഉദ്യോഗസ്ഥരൊന്നും ആയിരിക്കത്തില്ല. അവരൊക്കെ സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരും, പിന്നെ ഈ മീൻ കൊണ്ടുപോകുന്നവർ, പിന്നെ കടകളിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവർ, ഇവരെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവർക്കൊരു ഭയങ്കര ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഈ പരിപാടി. ഇതുപോലെ തന്നെ ഇനിയും ഓരോരോ നമുക്ക് വേണ്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ ഇനിയും നടപ്പാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉപകാരങ്ങൾ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ ഞാനും ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? എനിക്ക് പറ്റുന്ന രാവിലെ ഇവർ നിർത്തില്ല. കാര്യം ഒരാളങ്ങനെ ഉള്ളെങ്കിൽ ഇവർ നിർത്തത്തില്ല. നമ്മൾ ഈ നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റാലും എത്ര ജോലികൾ എളുപ്പം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചാലും തീരത്തില്ല. ഇവിടെ അങ്ങ് തന്നെ പണി. അത് ജോലി ചെയ്യുന്ന ലേഡീസിന് അറിയാം. അപ്പോഴും ഞാൻ എന്നും വിചാരിക്കും ഇന്ന് ഞാൻ പോകും, ഇന്ന് ഞാൻ ആ ബസ്സിൽ തന്നെ പോകുമെന്ന്. പക്ഷേ അത് ഞാൻ ചെന്ന് നിന്നാലും ഈ ബസ് ആ സമയത്ത് വരണമെന്നില്ല. ഞാൻ ചെന്ന് നിന്ന് ബസ് വന്നാൽ ബസ് നിർത്തണമെന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ പഴയ രീതി തന്നെ ഞാനിപ്പോൾ ഓട്ടോയ്ക്കകത്ത് തന്നെ പോകുന്നത്. വൈകിട്ട് ഞാൻ ആ ബസ്സിലാണ് വരുന്നത്. എനിക്കൊരു ബസ് സൗകര്യത്തിന് കിട്ടി, അതിലാണ് വരുന്നത്. രാവിലെ നടക്കുന്നില്ല. കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എത്ര ചെയ്താലും ജോലികൾ തീരാത്ത കാരണം പിന്നെ അങ്ങ് സമയം പോവും. അത് കാരണം പിന്നെ ഈ ബസ്സിലുമൊക്കെ കയറി പിടിച്ച് ഈ തോളാണെങ്കിൽ വേദനയാണ്. പിന്നെ എത്രയും നടന്ന് അതൊക്കെ അങ്ങ് വയ്യ ഇപ്പം. അങ്ങനെ വർഷങ്ങൾ എത്ര അങ്ങ് കടന്നു പോയി. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിയും കൂടെ നോക്കണ്ടേ. അപ്പോഴേ എല്ലാ കൂട്ടുകാരും ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കണം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ നല്ല രീതിയിൽ മൂവ് ചെയ്തു. അതുപോലെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോസും കാണുകയും തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. കാരണം എല്ലാം ഒന്നും പെർഫെക്റ്റ് ഒന്നും അല്ല, എനിക്കറിയാം. കാരണം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. എവിടെയെങ്കിലും പോകുമ്പോഴായാലും എല്ലാം വൺ മാൻ ഷോയാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ എൻ്റെ സത്യത്തിൽ ആ ഫേസ്ബുക്കിൽ പറഞ്ഞേക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്കെല്ലാം നോൺ ഫോളോവേഴ്സിൽ നിന്നാണ് എനിക്ക് ഇത് വരുന്നതെന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. കാര്യം നമ്മളിരുന്ന് ഇതുവരെ എല്ലാം എന്തോരം സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നറിയാമോ? പക്ഷേ നമുക്കതിന് വേണ്ടുന്നതൊന്നും കിട്ടുന്നില്ല. നമ്മളെ കൂടെയുള്ള സുഹൃത്തുക്കൾ പോലും നമുക്ക് ഒരു ലൈക്കോ ഒരു കമൻറ്റോ ചെയ്യാൻ അവർക്ക് മടിയാണ്. എന്നും വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ പോകും. യൂട്യൂബ് ഇപ്പം ഞാൻ ഒരുപാട് അങ്ങ് മടിച്ച് അങ്ങ് ഇടാതൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഞാൻ ഇടാൻ തുടങ്ങി. എനിക്ക് യാത്രകളൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹം മനസ്സിലുണ്ട്. നമുക്കൊരു കാര്യം മനസ്സിലാഗ്രഹം തോന്നിയാൽ അപ്പോഴേ ചെയ്യുക. കാര്യം ഇന്ന് ഞാനുണ്ട് നാളെ ഞാനുണ്ടോ എന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, അതാത് സമയത്ത് ചെയ്യുക. എന്ത് കാര്യം ആഗ്രഹിച്ചാലും അപ്പോഴേ സാധിക്കുക. ഇതാണ് എൻ്റെ പോളിസി. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക. വീണ്ടും പറയുകയാണ്, അപ്പോഴേ എൻ്റെ പത്തനംതിട്ടയിൽ ഞാൻ പോയി സ്ഥലങ്ങളൊന്നും, കാരണം രാവിലെ പോകണമായിരുന്നു.
ഇവിടുന്ന് പോയത് 1:30-ക്കെങ്കിലുമാണ് പോയത്. കാരണം ഞാൻ പോയ സമയത്ത് വഴിയിൽ വെച്ച് ഞാൻ പോയ വണ്ടി വേറൊരു കാറിലൊന്ന് മുട്ടി. ആ ആളാണ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കയറ്റിയത് വണ്ടി. പക്ഷേ ആ പുള്ളിക്ക് ഈ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി പുള്ളി അത് കേസാക്കി. അത് കാരണം അവിടെ അങ്ങ് ഇറങ്ങേണ്ടി വന്നു. അപ്പോഴത്തേന് ഇങ്ങനെയൊക്കെ കുറേ സമയങ്ങൾ പോയപ്പോൾ 1:30 മണിയെങ്കിലും ആയി. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കാല് കുത്താനേ പറ്റിയുള്ളൂ. എനിക്ക് അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരും. കാര്യം ഇനി ഒരു യാത്ര പോകുമ്പം എല്ലാം കവർ ചെയ്ത് എല്ലാ കാര്യങ്ങളും എടുക്കും. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യും. ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ജീവിതത്തിന് ഒരു മുന്നോട്ട് പോകാനൊരു ശക്തി പകരുന്നത്. അപ്പോൾ എല്ലാവരും ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരെയും നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.